ക്യാമറയിൽ ഒരൊറ്റ ഇമേജ്, ഒരു സിംഗിൾ ഇമേജ് മാത്രമേ ക്യാപ്ചർ ആക്കൂ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കാണണമെന്ന് തോന്നി. കാരണം ഒരുപാട് നാളായി തുടരും എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമ കണ്ടത്, ഞാൻ വീഡിയോ ഇട്ടതുമാണ്. അപ്പൊ അതിനുശേഷം മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞൊരു പടം വന്ന്, ആ പടം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. എങ്കിലും ആ സിനിമ ഇറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ മറ്റൊരു ചിത്രവും കൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ആദ്യം ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത്ര പ്രാധാന്യം കൊടുത്തില്ല. കാരണം ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്, മമ്മൂട്ടിയുടെ മകനെ. അപ്പോഴത്തേന് എനിക്ക് തോന്നി, സാധാരണ ദുൽഖറൊക്കെ ഒരു പടം നിർമ്മിക്കുമ്പോൾ ഒട്ടും മോശം വരത്തില്ല. അപ്പൊ നമുക്ക് ഈ സിനിമ, പിന്നെ ആദ്യ സിനിമയുടെ റിവ്യൂ കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും, റിവ്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം മോഹൻലാലിന്റെ സിനിമയ്ക്ക് ആദ്യം കയറുന്നത് മോഹൻലാലിന്റെ ഫാൻസാണ്. അവരിറങ്ങി വന്നിട്ട് ആ സിനിമയെ പറ്റി വാനോളം പുകഴ്ത്തും. അതുപോലെ മമ്മൂട്ടിയുടെ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വാനോളം പുകഴ്ത്തും. അതൊന്നും നമുക്ക് റിവ്യൂവിനെ അതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു സിനിമ വിജയിക്കുന്നത് ആ സിനിമ കണ്ട ആൾക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ സിനിമ നല്ലതാണ്, അല്ലെ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് കൂടുതലും സിനിമ വിജയത്തിലേക്ക് പോകുന്നത്. അത് ജനങ്ങളുടെ ഇടയിലേക്ക് ആ സിനിമ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനാണ് കൂടുതൽ ആ സിനിമ ജനപ്രിയമാവുകയും സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരുപാട് വലിയ താരമൂല്യമില്ലാതെ വന്ന പടങ്ങൾ ഒരുപാട് എണ്ണം നല്ല പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടപ്പെട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തിരക്ക് പിടിച്ച് പല കാര്യങ്ങളിൽ ഓടി നടക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോഴത്തേന് അവിടെ പോയിരുന്ന് കരയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാ, നമുക്ക് പിന്നെ ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്യണം. ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് എ ടു ഇസഡ്, തുടക്കം തൊട്ട് തീരുന്നിടം വരെ നമുക്ക് ത്രില്ലടിക്കണം. അതൊരു എൻജോയ്മെന്റ് ആണ്, മനസ്സിനൊരു സന്തോഷം വരണം. അങ്ങനെയാണ് ഞാൻ ഈ ലോക എന്ന സിനിമയെ പറ്റി കേൾക്കുന്നതും അതിന്റെ കുറച്ച് കഥയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ അതിന്റെ അകത്ത് മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശനാണ്. അപ്പൊ കല്യാണി പ്രിയദർശനെ വെച്ചുകൊണ്ട് ഒരു സംവിധായകന് ഒരു പ്രധാന വേഷത്തിലേക്ക്, അത് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേനും ഞാനും ഒന്ന് സംശയിച്ച്. കാരണം നമ്മുടെയൊക്കെ സിനിമാ സങ്കല്പങ്ങളിൽ ഒരുപാട് നടിമാര്, കുറച്ചു കാലം മുമ്പ് വിജയശാന്തി തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ഭയങ്കര ആക്ഷനൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് മലയാളത്തിൽ വന്നപ്പോഴത്തേന് വാണി വിശ്വനാഥൊക്കെ നല്ല രീതിയിലുള്ള ആക്ഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് മഞ്ജു വാര്യരൊക്കെ ഒരു സിനിമയ്ക്കകത്തൊക്കെ ചെയ്യുകയൊക്കെ ഉണ്ടായി. എങ്കിലും നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരികളിൽ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു നടി എന്ന് പറയുമ്പോഴത്തേന് കല്യാണിക്ക് അത് എത്രമാത്രം അത് വഴങ്ങും എന്നുള്ളത് നമുക്കൊരു സംശയിക്കേണ്ട. പക്ഷെ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തകർത്ത് വാരി തിയേറ്ററിൽ ഓടുകയാണ് ലോക എന്ന പടം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ആ സിനിമ ഒന്ന് കാണണം. കാരണം ഞാൻ സാധാരണ കുട്ടികളെയും, ഞാൻ സിനിമ കാണാൻ പോകുന്നത് മുഴുവൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള സിനിമകളെ ഞാൻ കാണാത്തുള്ളൂ. അല്ലെങ്കിൽ ഫോണിന്റെ അകത്തൊക്കെ നമ്മൾ സിനിമ കാണുക ചെയ്യുന്നത്. അപ്പോഴത്തേന് ഈ അടുത്ത കാലത്ത് മാർക്കോ എന്ന് പറഞ്ഞ പടം വന്നപ്പോഴത്തേന് മാത്രം ഞാൻ ഫാമിലിയെ കൊണ്ടുപോയില്ല. കാരണം അതിന്റെ അകത്ത് ഒത്തിരി വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു പബ്ലിസിറ്റി വന്നപ്പോഴത്തേന് ഞാൻ ഒറ്റയ്ക്കാണ് പോയി കണ്ടത്. പക്ഷെ മോഹൻലാലിന്റെ തുടരും. അപ്പൊ ഞാൻ ഈ സാധാരണ ലാലേട്ടന്റെ സിനിമ തിയേറ്ററുള്ള സമയത്ത് മറ്റുള്ള നടന്മാരുടെ സിനിമയ്ക്കൊന്നും അങ്ങനെ പോകാറുള്ളതല്ല. പക്ഷെ ഞാനിത് ഹൃദയപൂർവ്വം സിനിമ കണ്ടില്ല. ഞാൻ കണ്ടത് ലോകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ലോക കാണാൻ ഞങ്ങള് കോട്ടയം ടൗണിൽ ചെന്നപ്പോഴത്തേന് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നൊക്കെ പിള്ളേരൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാൻ വേറൊരു ആവശ്യമാണ് ടൗണിൽ പോയത്. അവിടെ പോയി സിനിമ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് രാത്രി ഒരു 8 മണിയോളായി. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് സിനിമ കണ്ടേക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ടിക്കറ്റ് അവിടെ ചെന്നിട്ടെടുക്കാം, നമ്മുടെ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാമെന്ന് ചെന്നപ്പോഴത്തേന് പടം എല്ലാ ഷോയും ഫുള്ളാണെന്നാണ് തിയേറ്റർ ജീവനക്കാരൻ പറഞ്ഞത്. അപ്പം നമ്മുടെ ധന്യ രമ്യയിലൊക്കെയാണ് സിനിമ ഓടുന്നത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഇനി നമുക്ക് സിനിമയിലെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ നേരെ ധന്യയിലാണ് ചെന്നത്. ധന്യയിൽ ചെന്നപ്പോഴത്തേന് സിനിമ വിട്ടിട്ടില്ല. പക്ഷെ സിനിമയ്ക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സിനിമ തീർന്നെന്ന് നമ്മൾ സാധാരണ സിനിമയുടെയൊക്കെ എഴുതി കാണിച്ചു കഴിയുമ്പോഴത്തേന് ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോരത്തില്ലേ, അതിനുശേഷം പിന്നെയും കുറച്ച് സീനും കൂടെ ഉണ്ട്. അത് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട സീനുകളാണ് ആ സിനിമ തീർന്നതിന് ശേഷം കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ടിക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഷോ വിട്ട ആൾക്കാരാണ് നിങ്ങൾ കണ്ടത്. ഞങ്ങൾ സെക്കൻഡിനാണ് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് തേർഡ് ഷോയും ഉണ്ട്. അപ്പൊ ഞങ്ങളാണ് ആദ്യം അതിനകത്ത് കയറിയത്. ഞാനും വൈഫും കുട്ടികളും കൂടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് സെക്കൻഡുകൾക്കുള്ളിൽ തിയേറ്റർ നിറയുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഈ സിനിമയുടെ പേര് ലോക എങ്കിലും നമ്മൾ കാണുക ചാപ്റ്റർ 1 ചന്ദ്ര എന്നും പറഞ്ഞാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതൊരു ഫിലിം സീരീസ് ആണ്. അപ്പൊ ഇതിന്റെ 5 ഭാഗങ്ങളായിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പൊ ഇതിന്റെ ചാപ്റ്റർ 1 എന്ന് പറഞ്ഞ പടമാണ് ലോക.
അപ്പൊ അത് നമ്മൾ കാണുന്നത് ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണ്. അദ്ദേഹം വളരെ ബ്രില്യന്റ് ആണെന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. പറ്റി പറയുമ്പോൾ ദുൽഖർ പടം നിർമ്മിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ കഥകളൊക്കെ എന്ന് പറഞ്ഞാൽ ഹൊറർ മൂവികൾ അല്ലെ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറെ മിത്തുകള് അതൊക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. കുറച്ചുനാൾ മുമ്പ് നമുക്കൊരു വെള്ളി നക്ഷത്രം എന്നും പറഞ്ഞ ഒരു സിനിമ വന്നായിരുന്നു വിനയന്റെ. അത് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു കൊച്ചു പെൺകുട്ടി തരുണി സച്ചിദേവ് എന്ന് പറഞ്ഞൊരു കുട്ടി അതിന്റെ അകത്തൊരു പ്രേതമായിട്ട് വരുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നസെന്റ് ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ചാത്തുണ്ണി എന്നും പറഞ്ഞൊരു പടം, സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പടമൊക്കെ ഹിറ്റിലേക്ക് പോയി. അതുപോലെ മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് പട്ടണത്തിൽ ഭൂതം നമുക്കറിയാം. അതുമെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള പടങ്ങള്, പ്രേതങ്ങളെ അതുപോലെ ഇങ്ങനെ വരുന്ന പടങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ഇരുകൈ നീട്ടി മലയാളികൾ സ്വീകരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ഇതിന്റെ അകത്ത് കുറച്ച് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന കുറെ അനാചാരങ്ങള് അല്ലെ മിത്തുകള് അതെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴത്തേന് മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സൂപ്പർ പരിവേഷമുള്ള ഒരു സിനിമയായിരുന്നു മിന്നൽ മുരളി. അപ്പൊ അതിന്റെ അകത്ത് ടൊവിനോ തകർത്ത് വാരിയാണ് ടൊവിനോ ആ സീനൊക്കെ കൈകാര്യം ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ ടൊവിനോയും ഈ സിനിമയിലുണ്ട്. ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ കിഡിലൻ രംഗങ്ങളാണ്. കുറച്ച് നേരമുള്ളെങ്കിൽ പോലും തകർത്ത് വാരിയാണ് ടൊവിനോ ആ രംഗങ്ങളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കിയുണ്ട്, കല്യാണിയുടെ ചെറുപ്പം അവതരിപ്പിച്ചത്. നമുക്ക് ആ കുട്ടിയുടെ ഒരു ചെറിയ 1-2 വാക്കുകളൊന്ന് കേൾക്കാം. ഈ സിനിമ കണ്ടവരെല്ലാം ഈ കൊച്ചു മിടുക്കി ആരാന്നുള്ളത് തിരക്കും. ഇത് തൃശ്ശൂരുകാരി ദുർഗാ സി വിനോദ് 3 വയസ്സ് മുതൽ കളരി അഭ്യസിച്ച് ഈ സിനിമയിൽ തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചതാണ് ദുർഗ. കാണുക. ഞാൻ 8 വർഷമായി കളരി പഠിക്കാൻ തുടങ്ങിയിട്ട്. 3 വയസ്സിലാണ് ഞാൻ കളരി പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് ആദ്യം ഇവിടെ കളരിയിലെ ചേട്ടന്മാരൊക്കെ ചെയ്യണോണ്ടൊക്കെ ആദ്യം ചെറിയ പേടി ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് പതുക്കെ പതുക്കെ ഇൻട്രസ്റ്റ് കൂടാൻ തുടങ്ങി. 3.5 വയസ്സിലാവുന്ന സമയത്തായിട്ടാണ് ബാഹുബലി 2 ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്. അതാണ് ആദ്യം എൻ്റെ സ്റ്റേജ്. അന്ന് എനിക്ക് ചെറിയ കുട്ടിയാവുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. പഠിപ്പിക്കുന്നു. ഞാനും ഇതുപോലെ കുട്ടികൾക്ക് അമ്മമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ലീഡറായിട്ട് ഞാനും ഏട്ടനും ലീഡറാണ്. അതായത് നല്ല ഏജ് ഉള്ള അമ്മമാർക്കൊക്കെ ഇവിടെ അമ്മമാരൊക്കെ വരാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ ഇതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ നിശാന്ത് സാഗറൊക്കെ നല്ല വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ സലിംകുമാറിന്റെ മകൻ ചന്തു സലിംകുമാർ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മലയാള സിനിമയിൽ ഒരു ഇരിപ്പിടം ഉറപ്പിച്ച ഒരു വേഷമാണ്. അതുപോലെ ഇതിന്റെ അകത്ത് നായക കഥാപാത്രം എന്ന് പറയുന്നത് നസ്ലിനാണ്. നസ്ലിൻ നിന്ന് സണ്ണി എന്നൊരു കഥാപാത്രം, അത് വളരെ ഭംഗിയായിട്ട്, അതുപോലെ അത്യാവശ്യം സിനിമയ്ക്കകത്ത് വേണ്ട തമാശ രംഗങ്ങളൊക്കെ ഏതാ സീരിയസ് സംഭാഷണത്തിന്റെ ഇടയിലൊക്കെ നർമ്മം കലർന്ന സംഭാഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നു. അതുപോലെ നമ്മൾ ഒരു സിനിമ തുടങ്ങുന്ന തൊട്ട് സാധാരണ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഉറക്കം നമ്മുടെ കണ്ണിലേക്ക് കയറി വരുന്നതാണ്. അത് മിക്ക നല്ല പടങ്ങളാണെങ്കിൽ പോലും നമ്മുടെ മണ്ണിലോട്ട്. പക്ഷെ ഇത് തുടങ്ങും തൊട്ട് തീരുന്നിടം വരെ നമ്മൾ അങ്ങ് ഒരു ത്രില്ലടിച്ചിരിക്കുകയാണ്. ഇതിന്റെ എൻഡ് വരെ നമ്മൾ ഒരേപോലെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഈ സിനിമയുടെ കഥകളൊന്നും കൂടുതൽ പറയുന്നില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയും ത്രില്ല് പോവും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഇത് തിയേറ്റർ തന്നെ, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ സിനിമയ്ക്കും ആ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ സൗണ്ട്, അതുപോലെ അതിന്റെ അവതരണം, അതുപോലെ ഗ്രാഫിക്സുകളെ, അതൊക്കെ നമ്മൾ എപ്പോഴും തിയേറ്ററിൽ തന്നെ ഇരുന്നാലേ നമുക്ക് അതിന്റെ ആ സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം. കാരണം ഞാനിത് നിങ്ങൾ തിയേറ്ററിൽ പോയി കൂടുതൽ ആൾക്കാർ കയറാൻ വേണ്ടി ഒരു റിവ്യൂ ഇടുന്നതല്ല, ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമന്റ് ഇടാം. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും ഇതിൽ മോശമെന്നും പറഞ്ഞ് കമന്റ് ഇടത്തില്ല. കാരണം അത്രയ്ക്കും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇതിന്റെ അകത്ത് ചേർത്തുകൊണ്ടാണ് സംവിധായകൻ ഡൊമിനിക് അരുണ് ഇങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നിർമ്മിച്ചിരിക്കുന്ന ദുൽഖർ ആണെന്നുണ്ടെങ്കിൽ ഞാനത് സസ്പെൻസ് ആണ്. ദുൽഖർ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി മുന്നോട്ട് ഈ സിനിമയുടെ ബാക്കിയൊക്കെ വരുമ്പോഴത്തേന് ദുൽഖറൊക്കെ തകർത്താടും എന്നുള്ളതിന്റെ അകത്ത് തീർച്ചയാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു കഥ ഇതിവർത്താണ് ഈ സിനിമയുടേത്. സെക്കൻഡ് ഷോ കണ്ട് ഇറങ്ങുമ്പോഴും തേർഡ് ഷോയ്ക്ക് അത് ഏറെക്കുറെ തീരുമ്പോഴത്തേന് വെളുപ്പിനെ 3 മണിയോളാവും. അതുവരെ അതിനുള്ള ആൾക്കാർ വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടത്. അതുപോലെ ഈ
ഈ സിനിമ നമുക്ക് കൂടുതൽ മനസ്സിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് കയറുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കുറച്ചു നാൾ മുമ്പ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പൊ അതിന്റെ അകത്ത് ശോഭനയോട് ചെറുപ്പം തൊട്ട് ഈ ഇങ്ങനെയുള്ള കുറച്ച് കഥകൾ, ഏതായി പുരാണ കഥകള്, കുറെ മിത്തുകള് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പാകുന്നു. പണ്ട് കാലത്ത് അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. നമ്മളൊക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രായം ചെന്ന ആൾക്കാർ, മുത്തശ്ശിമാരൊക്കെ ഇങ്ങനെ കുറച്ച് കഥകള്, യക്ഷിക്കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയൊക്കെ വരുമ്പോഴത്തേന് യക്ഷി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതുപോലെ പ്രേതം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ ഉപബോധ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുത്തിവെക്കുന്നുണ്ട്. അങ്ങനെ കുത്തിവെക്കുന്ന ഒരാളാണ് വിജയരാഘവൻ. ആ വേഷം വളരെ ഭംഗിയായിട്ട് വിജയരാഘവൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കല്യാണിയുടെ കഥാപാത്രമായ ചന്ദ്രയിലേക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മിത്തുകൾ ഉള്ളിലേക്ക് കയറുകയും ആ മിത്ത് ശരിക്കും അത് നമ്മുടെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേന് അത് അങ്ങ് തകർത്ത് വാരി. കാരണം ബാംഗ്ലൂർ നഗരം, അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചെറിയ കേസാണ്ട് വന്നിട്ടുണ്ട്. ബാംഗ്ലൂർ നഗരത്തെ ഒരു ലഹരിയുടെ അതിപ്രസരമുള്ള പല സിനിമയിലും അങ്ങനെ ചിത്രീകരിക്കുന്നെന്ന് പറഞ്ഞ് കർണാടകയിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ ഇതിനൊരു പരാതിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അണിയറ പ്രവർത്തകർ അതിന് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം മിക്ക സിനിമയിലുണ്ട്. പക്ഷെ നമ്മുടെ ബാംഗ്ലൂരായിട്ട് സെറ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ എറണാകുളത്ത് പനമ്പള്ളി നഗറൊക്കെയാണ്. അപ്പൊ അതൊക്കെ വളരെ നമ്മൾ ഒരിക്കലും നമ്മൾ തിരിച്ചറിയത്തില്ല. ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ തന്നെ സെറ്റ് ഇട്ടെടുത്താന്നൊക്കെ ഒന്നും നമ്മൾ ഒരിക്കലും തിരിച്ചറിയത്തില്ല. അത്രയ്ക്കും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ സിനിമ കൈകാര്യം ചെയ്തത്. ഇനി അതുപോലെ ഒരു കിടിലം വില്ലനാണ് ഈ സിനിമയ്ക്കകത്ത് വരുന്നത്, സാൻഡി. നിങ്ങൾക്കെല്ലാം അറിയാം, തമിഴിലെ കൊറിയോഗ്രാഫറായ സാൻഡി ഒരുപാട് സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട്, ലിയോയ്ക്കകത്തൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം തമിഴ്നാടനാണ്, എങ്കിലും തകർപ്പൻ പെർഫോമൻസ് ആണ് ഇതിന്റെ അകത്ത് കാഴ്ചവെക്കുന്നത്. നിങ്ങൾ തിയേറ്ററിലിരുന്ന് ആ സിനിമ ഒന്ന് കാണുക. ഇനിയും പറയാൻ പോകുന്നത് ഇതിലെ സൂപ്പർ ഹീറോയിനായ കല്യാണി പ്രിയദർശനെ പറ്റിയാണ്. കല്യാണിയെ പറ്റി നിങ്ങളോട് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഹൃദയം എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന കല്യാണി ഇത് നിറഞ്ഞാടുകയാണ് ഈ ലോക എന്ന സിനിമയ്ക്കകത്തൂടെ. അതിന്റെ അകത്ത് അസാമാന്യ പെർഫോമൻസ് ആണ് കല്യാണി കാഴ്ചവെക്കുന്നത്. ഒരു സൂപ്പർ ആക്ഷൻ ഹീറോയായിട്ട് നമുക്ക് മലയാളത്തിൽ ഇതുപോലുള്ള ഒരു മികച്ച ചിത്രം തന്ന ഇതിന്റെ സംവിധായകനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അതുപോലെ തന്നെ ഈ കിളിയെ കിളിയെ എന്നും പറഞ്ഞൊരു പാട്ടുണ്ട്, എന്റെ പൊന്നെ, അത് ഇപ്പോഴും മുഴുവൻ അതായി ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ആ കല്യാണി വരുന്നതും ആ പാട്ടും എല്ലാം. അതിനി ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. ഇനി നിങ്ങളെ കണ്ടിട്ട് ഇതിന് മറുപടി പറഞ്ഞാൽ മതി. അപ്പൊ വീണ്ടും കാണാം. ബൈ.